അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ കുറെ അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുക. അപ്പോ ഈ ക്ലാസ് കേൾക്കുന്ന പകുതിയിലധികം ആളുകളുടെയും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാത്തതല്ല പ്രശ്നം, എക്സാം ഹാളിൽ വേണ്ട രീതിയിൽ അതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എതിർക്കോ അതോ അത് ശരിയാണെന്ന് പറയോ? ഒരുവിധ ആളുകളുടെയൊക്കെ പ്രശ്നം അത് തന്നെയാണ്. പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ എക്സാം ഹാളിൽ എന്ത് ചെയ്യുന്നില്ല, അതങ്ങട്ട് ആ പഠിച്ചത് അങ്ങോട്ട് എടുത്ത് അലക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓപ്ഷൻസ് ഇപ്പൊ നമ്മളിപ്പോ 24 ക്ലാസ് ആയിട്ട് എടുത്തു പോയത്, ഇതിനകത്തുള്ള ഓപ്ഷൻസ് തലങ്ങും വിലങ്ങും ചോദിച്ചാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ ഒരു ചോദ്യത്തിന് ABCD ഓപ്ഷൻസ് വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രാക്ടീസ് അതിന് വേണം എന്നുള്ളതാണ് വസ്തുത. ശരിയല്ലേ? നമ്മളിപ്പോ ഇവിടെ പഠിച്ച 24 ക്ലാസ്സിൽ നമ്മൾ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഇതിലുള്ള ഓരോരോ ഓപ്ഷൻസ് അതിന്റെ അടിയിൽ ഏതാണ്, ഇതിന്റെ അടിയിൽ ഏതാണ്, അതാവുമ്പോ എന്താണ്, ഇതാവുമ്പോ എന്താണ്, അതിനുള്ള ഷോർട്ട് കട്ട് ചെയ്യാതാണെന്ന് തിരിച്ചു മറിച്ചു ഒക്കെ ഓപ്ഷൻ വൈസ് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ല. ഓർമ്മയുണ്ടാവും, കുറെ ഓർമ്മയുണ്ടാവും, പക്ഷേ മാറിപ്പോകും, മറന്നുപോകും. അപ്പോ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, പ്രത്യേകിച്ചും ഈ പറയുന്ന വേർഡ്, എക്സൽ, പവർ പോയിന്റ് ടോപ്പിക്കുകൾ. കമ്പ്യൂട്ടർ പിന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവും ഫണ്ടമെന്റൽസും ടൈപ്പ് റൈറ്ററും ഒക്കെ. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് പലജാതി ഓപ്ഷൻസ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ച് ക്ലാസ്, 2-3 ക്ലാസ് നമ്മൾ എന്താണ്, നമ്മൾ ഈ പറയുന്ന റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചതിന്റെയും പഠിക്കാത്തതിന്റെയും ആയിട്ടുള്ള റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ റിപ്പീറ്റേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇന്ന് എന്റെ സ്ലൈഡിൽ 327 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, 327 ക്വസ്റ്റ്യൻസ് നമ്മളെ ക്ലാസ്സിൽ പല തവണകളായിട്ട് പല സമയത്തായിട്ട് എടുത്ത ചോദ്യങ്ങളാണ്. ഈ പറയുന്ന 24 ക്ലാസ്സിലായിട്ട് എടുത്ത ചോദ്യം, ഒരു 20 ചോദ്യങ്ങൾ ഞാൻ അഡീഷണലി കൂട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മളെ അവിടെ നിന്നും ഇവിടെ നിന്നും ഓരോ ക്ലാസ്സിലും ഓരോ ദിവസവും പരീക്ഷ, ഓരോ ദിവസവും നമുക്ക് പരീക്ഷ നടത്തിയിട്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോയത്. അതെല്ലാം കൂടി ഞാൻ അങ്ങ് വാരിയെടുത്ത് ഒരു ക്ലാസ്സിലേക്ക് ആക്കി മാറ്റിയതാണ്. ഇന്നും നാളെ ആയിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്ന് പരമാവധി ചോദ്യങ്ങൾ, അപ്പൊ ഇതിനകത്ത് പഠിച്ച ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. ഒരു 20-25 ചോദ്യങ്ങൾ എടുക്കാനുള്ള സമയം കിട്ടിയുള്ളൂ. അത്രയും ചോദ്യങ്ങൾ പുതിയതുണ്ടാവും, അതല്ലാത്ത നമ്മൾ പഠിച്ചതായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, റിവിഷൻ ചെയ്യാം, റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്കത് സെറ്റാക്കി പോവാം. ലെറ്റ്സ് ഗോ, പോവാം. ഓക്കെ, യെസ്, പോട്ടെ. അപ്പോ ഇന്ന് നമുക്ക് ഇവിടെ റിവിഷൻ ചെയ്യാം. നമുക്ക് റിവിഷന്റെ ചില ക്ലാസ്സുകളെ കുറച്ച് കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടിക്കോട്ടെ. നമ്മള് PYQന്റെ ഡിസ്കഷനും കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ എല്ലാവർക്കും കിട്ടിക്കോട്ടെ. അപ്പൊ നമ്മൾക്ക് കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിലും കൂടി ആയിട്ട് ചെയ്യും കേട്ടോ, യൂട്യൂബിലും കൂടി ആയിട്ട് ചെയ്യും. പിന്നെ നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ക്ലാസ്, അന്ന് തൊണ്ടയ്ക്ക് സുഖമില്ലാതെ പകുതിക്ക് വെച്ച് നിർത്തിയ ഒരു ക്ലാസ് ഉണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ഒരു ക്ലാസ് നമുക്ക് വിൻഡോസിന്റെ OSന്റെ ക്ലാസ്സും നമുക്ക് ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ എടുക്കും. ഈ ആഴ്ച അടുത്ത പിന്നെ എക്സൽ തുടങ്ങുന്നതിന്റെ ഇടയിലായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാം. ആ ഗ്യാപ്പിൽ വേണം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ കണ്ടൊപ്പം വേണ്ടി കേട്ടോ. എക്സൽ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു പരീക്ഷ വെക്കും. അപ്പോഴത്തേക്ക് ഇതെല്ലാം എന്ത് ചെയ്യണം, കണ്ടു തീർത്ത് റിവിഷൻ ചെയ്ത് സെറ്റ് ആക്കി ഉണ്ടാവണം കേട്ടോ. യെസ്, ഒരു 25 ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് എക്സൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 25 ആവുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ ക്ലാസ്സും ഞാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. യെസ്, അപ്പൊ അടുത്ത ആഴ്ച മുതലേ 2 ക്ലാസ്സുകൾ ഉണ്ടാവും. എക്സലിന്റെ ക്ലാസ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, യെസ്, ടൈപ്പിന്റെ ക്ലാസ് നമ്മള് പതിയെ തുടങ്ങും. പിന്നെ നമ്മൾ വേർഡിന്റെ റിവിഷനും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, വേർഡിന്റെ റിവിഷൻ ഓരോ ദിവസം ഓരോ ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് ആയിട്ട് റിവിഷനും കൂടി നമ്മൾ എന്ത് ചെയ്യും, പാരലലി അതിന്റെ കൂടെ തന്നെ എക്സൽ പഠിച്ച് പോകുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വേർഡിന്റെ റിവിഷനും കൂടെ പോകും കേട്ടോ. യെസ്, കാരണം അതിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ കുറെ അധികം കോമൺ ആയിട്ട് തന്നെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ശ്രദ്ധിച്ച് ഉത്തരം പറയേണ്ട ചോദ്യങ്ങളാണ്. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ പുതുതായിട്ട് എടുത്ത ചോദ്യങ്ങളാണ്. From where you can access save command. From where you can access save command. പോളാകുമ്പോൾ കുറെ സമയം പോവാണേ. ഇവിടെ പോള് ഈ പ്ലാറ്റ്ഫോമിൽ അത്ര പെർഫെക്റ്റും അല്ല. നമ്മൾ സ്വന്തമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ഇറക്കും. ഇത് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്, നമ്മൾ അതുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ്. അതിനൊക്കെ വലിയ ചെലവാണ്.
അപ്പൊ ഇവിടെ ഏതാ ആൻസർ? ഫ്രം വേർ യു ക്യാൻ ആക്സസ് സേവ് കമാൻഡ്. കുറെ പേര് ഹോം ടാബിലേക്ക്, ഇവിടെ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ കുറെ ആളുകൾ കമന്റ് ചെയ്യുമ്പോൾ ചിലപ്പോ പോവണമെന്നില്ല, അല്ലെങ്കിൽ കുറെ പേര് ഹോം ടാബിലേക്കൊക്കെ പോവും അല്ലെ? യെസ്. അപ്പൊ ഇവിടെ എവിടെയാണ്? ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലൊക്കെയാണ് ഏതുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ബട്ടണിലൊക്കെയാണ് സേവ് കമാൻഡ് ഉള്ളത്. നൺ ഓഫ് ദീസ് ആണ് ഇവിടെ ആൻസർ കേട്ടോ. യെസ്, സെറ്റ്. യെസ്. അപ്പൊ അവിടെ 1D ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് എത്രണ്ണം കിട്ടുന്നതിന് നിങ്ങൾക്ക് തന്നെ ഒന്ന് സ്വയം അനുമാനിക്കാം കേട്ടോ. രണ്ടാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ഇടാൻ വിട്ടുപോയാലും നിങ്ങൾ വിടരുതേ. യെസ്. MS Word automatically moves the text to the next line when it reaches the right edge of the screen and it is called dash. Word art, enter, word wrap, none of this. Automatically move the text to next line. റൈറ്റിൽ എഡ്ജിൽ എത്തിക്കഴിഞ്ഞാലേ അടുത്ത ലൈനിലേക്ക് പോകുന്നു. ആ ഒരു ഫെസിലിറ്റിയെ അതിന് എന്ത് വിളിക്കാൻ? നമുക്ക് വേർഡ് റാപ്പ് എന്നാണ് വിളിക്കാൻ സാധിക്കുക. നമ്മൾ ടൈപ്പ് ചെയ്ത് റൈറ്റ് എഡ്ജിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി താഴേക്ക് എത്തുന്നില്ലേ? അതാണ് വേർഡ് റാപ്പ് ചെയ്യുക കേട്ടോ. ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ് വേർഡ് റാപ്പ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. വേർഡ് റാപ്പ്. 2. ഇനി മൂന്നാമത്തെ ചോദ്യം, ഹൗ ക്യാൻ യു റിമൂവ് ടാബ് സ്റ്റോപ്പ് മാർക്കേഴ്സ് ഫ്രം റൂളർ? ലെഫ്റ്റ് റൈറ്റ് ഡെസിമൽ ഒക്കെ റൂളറിൽ നമ്മൾ കാണിച്ചില്ലായിരുന്നു. അത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ അത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചതാണ്. ഹൗ ക്യാൻ യു റിമൂവ് ടാബ് സ്റ്റോപ്പ് മാർക്കേഴ്സ് ഫ്രം റൂളർ? ഹൗ ക്യാൻ യു റിമൂവ് ടാബ് സ്റ്റോപ്പ് മാർക്കേഴ്സ് ഫ്രം റൂളർ? യെസ്. എന്താണ്? യെസ്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ടാണോ? ആണോ? യെസ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. ഇപ്പൊ കാണുന്നില്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ യെസ്. നമ്മളെ ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം അല്ലെ? ഇവിടെ ലെഫ്റ്റ്, യെസ്, ഡെസിമൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെ? ഇതെങ്ങനെയാണ്? റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇല്ല കേട്ടോ. യെസ്. ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിയോ? പിടിച്ചിട്ട് ഇങ്ങനെ ഇപ്പുറത്തേക്ക് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെന്തായി? അത് റിമൂവ് ആയി കേട്ടോ. യെസ്. ഇത് കണ്ടോ നിങ്ങള്? യെസ്. ഇവിടെ ഇത് റൈറ്റ് ആണല്ലേ? റൈറ്റിനെ യെസ് ഇങ്ങനെ റൂളറിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് അങ്ങ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? അത് അവിടെ ഡിലീറ്റ് ആയിട്ട് പോകും കേട്ടോ. യെസ്. അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ ഡ്രാഗ് ദി ടാബ് സ്റ്റോപ്പ് മാർക്കർ ഔട്ട് ഓഫ് ദി റൂളർ. റൂളറിന്റെ അപ്പുറത്തേക്ക് അതിനെ ഡ്രാഗ് ചെയ്ത് വലിച്ചാലാണ് നമുക്ക് ടാബ് സ്റ്റോപ്പുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുക കേട്ടോ. യെസ്. ഇത് നമ്മൾ ചെയ്ത് കാണിച്ചതല്ലേ? യെസ്. അപ്പോ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ കേട്ടോ. സെറ്റ്. യെസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. യെസ്. അപ്പോ ഇത് എത്രാമത്തെ ആയിരുന്നു? മൂന്നാമത്തെ ചോദ്യം അല്ലെ? മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു ചെയ്യുക. കൺട്രോൾ എസ് സ്റ്റാൻഡ്സ് എന്താണ്? സേവ് ഡോക്യുമെന്റ് വിത്ത് ഡിഫറെന്റ് നെയിം, സേവ് ഡോക്യുമെന്റ് വിത്ത് സെയിം നെയിം. സിമ്പിൾ ആണ്. സേവ് ഡോക്യുമെന്റ് ആൻഡ് ക്ലോസ് വേർഡ് ആപ്ലിക്കേഷൻ, സേവ് ഡോക്യുമെന്റ് ആൻഡ് പ്രിന്റ് വോൾ പേജസ്. എന്താണ് കൺട്രോൾ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺട്രോൾ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സേവ് ഡോക്യുമെന്റ് വിത്ത് സെയിം നെയിം ആണ് കേട്ടോ. സേവ് ആസ് ആവുമ്പോഴാണ് എന്ത് ചെയ്യാ? ഡിഫറെന്റ് നെയിമിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുക കേട്ടോ. ഇത് ചെറിയൊരു ചോദ്യമാണ്, പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ കമന്റ് ചെയ്തവർ തന്നെ ഇഷ്ടംപോലെ ആളുകൾക്ക് തിരിഞ്ഞു. അതായത് ഒരേ പേരിൽ തന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ എസ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ എസ് അടിച്ചു കഴിഞ്ഞാല് ഒരേ പേരിൽ തന്നെയാണ് സേവ് ആവുക കേട്ടോ. അതല്ലെങ്കിൽ നമ്മളിപ്പോ ചെയ്തത് അതേ ഇതിൽ തന്നെയാണ് സേവ് ആവുക. ഓക്കെ, ഡിഫറെന്റ് പേരിലേക്ക് പുതിയൊരു ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാനാണ് സേവ് ആസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. യെസ്, അപ്പോ സെയിം നെയിം ആണ് ഏത്? യെസ്, നമ്മുടെ കൺട്രോൾ എസ് എന്ന് പറയുന്നത് കേട്ടോ. സേവ് ഡോക്യുമെന്റ് വിത്ത് സെയിം നെയിം. ഓക്കെ, സേവ് ആസ് ആണ് ഡിഫറെന്റ് നെയിം കേട്ടോ. യെസ്, അപ്പോ നാലാമത്തെ ചോദ്യം കിട്ടുന്നില്ലേ? അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പോർഷൻ ഓഫ് എ ഡോക്യുമെന്റ്? പോർഷൻ ഓഫ് എ ഡോക്യുമെന്റ് in which you set certain page formatting options. നമുക്ക് പേജ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന പോർഷൻ ഓഫ് എ ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റിന്റെ പോർഷനെ വിളിക്കുന്ന പേരെന്താണ്? ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഉത്തരം പറയാൻ വേണ്ടിട്ട് കേട്ടോ.
യെസ്. ഓക്കെ, എന്താണ് വാട്ട് ഈസ് ദ പോർഷൻ ഓഫ് എ ഡോക്യുമെന്റ്? ഒരു ഡോക്യുമെന്റിന്റെ ഒരു പോർഷൻ ആണ്. അപ്പൊ തന്നെ പേജ് സെറ്റപ്പ് എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റും അല്ലെ? ഒരു ഡോക്യുമെന്റിന്റെ ഒരു പോർഷൻ ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സെർട്ടൻ പേജ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാം. സെക്ഷൻ അല്ലേ? സെക്ഷൻ ബ്രേക്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ? പോർഷൻ ഓഫ് ദി ഡോക്യുമെന്റ് യു ക്യാൻ സെറ്റ് സെർട്ടൻ പേജ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് യൂസ് ചെയ്യാൻ ഏതാണ് സെക്ഷൻ എന്ന പോയിന്റ് എന്ത് ചെയ്യാം? ഉത്തരം പറയാം കേട്ടോ. പോർഷൻ ഓഫ് എ ഡോക്യുമെന്റ് ആണ്, അതിനുള്ള ഓപ്ഷൻ അല്ല ചോദിച്ചത്. പോർഷൻ ഓഫ് ദി ഡോക്യുമെന്റ് ആണ്, സെക്ഷൻ ആണ് അഞ്ചാമത്തെ ചോദ്യം. സെക്ഷൻ. ആറാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യം. ഹൗ ക്യാൻ യു കണ്ടോ? ഹൗ ക്യാൻ യു അപ്ലൈ എക്സാക്ട്ലി ദ സെയിം ഫോർമാറ്റിംഗ് യു ഡിഡ് അനദർ ടെക്സ്റ്റ്? നമ്മൾ ചെയ്ത ഫോണ്ട് സൈസും കളറും അങ്ങനെ ഫോർമാറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ മറ്റൊന്നിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക? കോപ്പി ദ ടെക്സ്റ്റ് ആൻഡ് പേസ്റ്റ് ന്യൂ വിൻഡോ ദെൻ ടൈപ്പ് ന്യൂ ടെക്സ്റ്റ് അഗെയിൻ ആണോ? പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ ആണോ? ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ആണോ? നമ്മൾ ചെയ്ത ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് അതേപോലെ മറ്റൊന്നിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാ? പേസ്റ്റ് സ്പെഷ്യൽ എന്താണ്? ഒന്നും ഇല്ലാത്ത അൺഫോർമാറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് പേസ്റ്റ് സ്പെഷ്യൽ. ഫോർമാറ്റ് പെയിന്റർ ആണ് നമ്മൾ ചെയ്തത് അതേപോലെ നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. മാറിപ്പോകുന്നവര് റിവിഷൻ എന്തായാലും ചെയ്യണേ, എല്ലാവരും റിവിഷൻ ചെയ്യണേ കേട്ടോ. പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ, പേസ്റ്റ് സ്പെഷ്യൽ ഓർമ്മയില്ലേ? നമ്മൾ ചെയ്ത് ഓർമ്മയിലേക്ക് കാണിക്കണം. അതായത് നമ്മൾ താജ്മഹലിന്റെ ChatGPT ഫയൽ എടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ഫോർമാറ്റ് അല്ലാതെ നമ്മുടെ ഫയലില് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് സ്പെഷ്യൽ. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതേ ഫോർമാറ്റ് തന്നെ മറ്റൊരു ടെക്സ്റ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോർമാറ്റ് പെയിന്റർ അല്ലെ? ഇതല്ലേ ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫോർമാറ്റ് പെയിന്റർ ആണ് നമ്മൾ ചെയ്തത് അതേപോലെ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, മറ്റൊരു ഫയലിന് മറ്റൊരു ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് കേട്ടോ. ഫോർമാറ്റിംഗ് ഒഴിവാക്കാനാണ് പേസ്റ്റ് സ്പെഷ്യൽ. തെറ്റല്ലേ? കൺഫ്യൂഷൻ ജനിപ്പിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഐനോ. ഏഴാമത്തെ ചോദ്യം. സെലക്ട് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്. ക്ലിക്ക് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി selection, scroll to the end of the selection, position the mouse pointer at the end of the selection, hold down the key and then click. അതായത് ഡ്രാഗ് ത്രൂ ദി ടെക്സ്റ്റ്. നമുക്ക് ഡ്രാഗ് ചെയ്യാൻ സാധിക്കുക ഏത് കീ പ്രസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. കൺട്രോൾ കീ, ആൾട്ട് കീ, ഷിഫ്റ്റ് കീ, ടാബ് കീ. നമ്മളൊരു ടെക്സ്റ്റിന്റെ ഇവിടെ വെച്ചു, എന്നിട്ട് നമുക്കത് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാൻ സാധിക്കുക അല്ലെ? നമുക്കറിയാം അല്ലെ? ഇപ്പൊ നമ്മള് കാണുന്നില്ലല്ലോ. പച്ചവെള്ളം ഇതാക്കിയിട്ട് നമ്മളെ ഇവിടെ കഴ്സർ വെച്ചിട്ട് ഏത് കീ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക? ഏത് കീ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ്? ഷിഫ്റ്റ് കീ ആണ് കേട്ടോ. ഷിഫ്റ്റ് കീ ആണ്. ഓക്കെ, ഷിഫ്റ്റ് കീ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഷിഫ്റ്റ്. ഓക്കെ, വായിച്ചു നോക്കി മനസ്സിലാക്കി ചെയ്യണം അല്ലെ? ഷിഫ്റ്റ് കീ ആണെന്ന് പഠിച്ചു വെക്കാം. എട്ടാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് പോസിബിൾ ടു ഡാഷ് എ ഡാറ്റ സോഴ്സ് ബിഫോർ പെർഫോമിംഗ് എ മെർജ്. മെയിൽ ഡാറ്റ സോഴ്സിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ക്രിയേറ്റ്, മോഡിഫൈ, സോർട്ട്, ഓൾ ഓഫ് ദീസ്. It is possible to dash a data source before performing a merge. മെർജ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. ലേറ്റ് ആയിട്ടൊക്കെ കോഴ്സിലേക്ക് വന്ന ആളുകളെ സമയം പോലെ കാണണേ. It is possible to merge. എന്താണ്? ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, മോഡിഫൈ ചെയ്യാൻ സാധിക്കും, സോർട്ട് ചെയ്യാൻ സാധിക്കും, എല്ലാം ചെയ്യാൻ സാധിക്കും അല്ലെ? അപ്പൊ ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് എട്ടാമത്തെ ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരും കേട്ടോ. ഇനി നമ്മളെ കുറച്ച് ചെയ്ത ചോദ്യങ്ങൾ ചെയ്യാം, എന്നിട്ട് ഇടയ്ക്ക് ചെയ്യാത്ത ചോദ്യങ്ങൾ ചെയ്യാം. ഒൻപതാമത്തെ ചോദ്യം പറഞ്ഞേ, കമന്റ് ചെയ്തേ. ഒൻപതാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? നെയിം ദി യൂസ്ഫുൾ ഫീച്ചർ ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് data from both Microsoft Word and Microsoft Excel and allow you to create multiple documents at once, such as letters, saving you the
type and effort and retype the same letter any times. ഏതാ? Yes, simple ആയിട്ട് നമുക്ക് പറയാം. ഏതാ? Yes, മെയിൽ മെർജ് ആണ് അല്ലെ? മെയിൽ മെർജ് ആണ്. ആൻസർ ഏതാണ്? മെയിൽ മെർജ് ആണ് എന്ന് പറയാൻ സാധിക്കും. 9ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം, കമന്റ്സ് പ്രൊവൈഡ് ആൻ ഈസി ആൻഡ് എഫക്റ്റീവ് വേ ടു make a note on this something that needs additional attention to provide additional information. Choose the following right option to insert comment in a document. കമന്റ്സ് കൊടുക്കാൻ സാധിക്കുക ഏത് ടാബിലാണ്? ഫയൽ ടാബ്, റെഫറൻസ് ടാബ്, റിവ്യൂ ടാബ്, മെയിലിംഗ്സ് ടാബ്. ഇത് നമ്മൾ ക്ലാസ് ചെയ്തപ്പോൾ കുറെ പേര് തെറ്റിച്ച ചോദ്യമാണ് അല്ലെ? അന്ന് കുറെ പേര് റെഫറൻസ് ടാബിലേക്ക് പോയായിരുന്നു അല്ലെ? റിവ്യൂ ടാബ് ആണ് ആൻസർ അല്ലെ? റിവ്യൂ ടാബ് ആണ് ആൻസർ. 10 ചോദ്യങ്ങളാണ് ഞാൻ ചെയ്തത്. എത്ര മാർക്ക് കിട്ടി? സത്യസന്ധമായിട്ട് ഒന്ന് കമന്റ് ചെയ്തേ. കുറച്ച് പേര് തെറ്റിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളെ, കുറച്ച് ചോദ്യങ്ങളെ റയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത്. എത്ര മാർക്ക് കിട്ടി? എത്ര മാർക്ക് കിട്ടി? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ 6, 7, 9, 8, 5. യെസ്, ഓക്കെ. അപ്പോ അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞു, ആ എക്സാം കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ PYQന്റെ സെഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് 10 അടുത്ത 10 ഒരു 7 എന്തായാലും കിട്ടണം. അടുത്ത 10 7 കിട്ടണം. കിട്ടൂലേ? അപ്പൊ ഈ 10 കഴിഞ്ഞു കേട്ടോ. ഇതിന്റെ കട്ട് ഓഫ് 6 മാർക്കായിരുന്നു. ഇതിന്റെ കട്ട് ഓഫ് 6 മാർക്കായിരുന്നു. അതിൽ നിങ്ങൾ പാസ്സായോ ഇല്ലയോ? യെസ്, ഓരോ ചെറിയ പരീക്ഷയായിട്ട് നടത്താം. വിഷമം വേണ്ട. ടോട്ടൽ നോക്കാം കേട്ടോ. ടോട്ടൽ ലാസ്റ്റ് നോക്കാം. ആദ്യത്തെ 10 കഴിഞ്ഞു കേട്ടോ. അപ്പൊ അടുത്തതിൽ ഒരു 7 എണ്ണം കിട്ടിക്കാൻ വേണ്ടി നോക്കണേ. യെസ്, അടുത്തതിൽ ഒരു 7 എണ്ണം കിട്ടിക്കാൻ വേണ്ടി നോക്കണേ. യെസ്. Which key deletes the character left of the cursor? കഴ്സറിന്റെ ലെഫ്റ്റിലുള്ളത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് കീയാണ്? കഴ്സറിന്റെ ലെഫ്റ്റിലുള്ള ഡാഷ്. which key deletes the character to the left of the cursor? യെസ്, ബാക്ക് സ്പേസ് ആണ്. സംശയമില്ലാതെ പറയാം, ബാക്ക് സ്പേസ് ആണ് അല്ലെ? 11. 12ാമത്തെ ചോദ്യം, സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വേർഡ്സ് at the end of the line is termed as dash. Splitting up of words at the end of a line is termed as dash. Yes, end of line is termed as dash. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? A ആണ്. സിലാബിഫിക്കേഷൻ എന്നുള്ളതാണ് അല്ലെ? 12 A ആണ്. 13ാമത്തെ ചോദ്യം മുതലേ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്തേ. ഈ 1, 2, 3, 4, 5 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്തേ. എന്നിട്ട് എന്നോട് പറ. ഒരു പേപ്പറിൽ എഴുതി വെച്ചേ. 13, 14, 15, 16, 17. എഴുത് പേപ്പറിൽ എഴുത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. കമന്റ് ചെയ്യണ്ട. യെസ്, സൂം ചെയ്യണോ? കാണുന്നുണ്ടല്ലോ. കമന്റ് ബോക്സ് ഒന്ന് മിനിമൈസ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു പേപ്പറിൽ എഴുതിയെടുക്കാം. കമന്റ് ചെയ്യണ്ട, ലാസ്റ്റ് പറയാം. കാണുന്നില്ലേ? കമന്റ് ബോക്സ് ക്ലോസ് ചെയ്താൽ മതി. കാണുന്നുണ്ടല്ലോ, എന്റെ ഫോണിൽ എനിക്ക് കാണുന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഒന്ന് തൊട്ടിട്ട് അതിന്റെ സെറ്റിംഗ്സ് ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. മുഫീദ, ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു ചക്രത്തിന്റെ ചിത്രം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് യെസ്, എന്റെ 720 ഒന്ന് ആക്കി നോക്കൂ. കാണുന്നില്ലേ? എല്ലാവർക്കും കാണുന്നില്ലേ? യെസ്, 16 വരെ ആയി. 17 വരെ ചെയ്തു. Yes. Okay. Now we discuss ചെയ്യാം. Which is the shortcut key for delete the selected item permanently without place the item into the recycle bin? ഏതാ ആൻസർ? ഷിഫ്റ്റ് ഡിലീറ്റ് ആണ് അല്ലെ? 13 B ആണ്. 14 dash is a key or key combination will move the insertion point to the bottom of your document. ഏതാ ആൻസർ? യെസ്, ഏതാണ്? ബോട്ടം ഓഫ് യുവർ ഡോക്യുമെന്റിലേക്ക് പോകാൻ വേണ്ടിട്ട് കൺട്രോൾ എൻഡ് ആണ് കേട്ടോ. ഓക്കെ, യെസ്, A ആണ് ആൻസർ. ഇനി 15 സെറ്റപ്പ് ദി വേർഡ് ഡോക്യുമെന്റ് ഇമെയിൽ ഫ്രം യുവർ വേർഡ് ഡോക്യുമെന്റ്. ഏതാ? യെസ്, അത് ഓഫീസ് ബട്ടണിലെ ഇമെയിലിലെ എടുത്തിട്ട് സെൻഡ് ആണ് എന്ന് പഠിച്ചു വെക്കാം അല്ലെ? ഓക്കെ, അപ്പൊ ആദ്യത്തേത് B ആണ്, പിന്നെ A ആണ്, പിന്നെ യെസ് 15 C ആണ് അല്ലെ? 13, 14, 15. ഇനി ഇന്നലെ നമ്മൾ പഠിച്ചതാണ് സൂം സൈസ്. മാക്സിമം സൂം സൈസ് എത്രയാണ്? 16 500 ആണ് അല്ലെ? 16 500 ആണ്, അതായത് ഓപ്ഷൻ A ആണ്. ഓക്കെ, യെസ് 16 A ആണ്. ഇനി 17
17 which of the following helps to reduce the spelling errors in word document? സ്പെല്ലിംഗ് എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ കറക്റ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡി ആണ്. ഓക്കെ, യെസ്. അപ്പൊ അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ആഡ് ചെയ്യാം. യെസ്, തെറ്റാണോ? യെസ്. ആ 15 ബി ആണല്ലോ അല്ലെ? ഓക്കെ, ഇത് ബി ആണല്ലോ അല്ലെ? ഓഫീസ് ബട്ടണിലെ ഇമെയിൽ എടുത്തിട്ട് സെൻഡ് അല്ല, സെൻഡ് എടുത്തിട്ട് ഇമെയിൽ ആണ് കേട്ടോ. ഓക്കെ, ബി ആണ്. യെസ്, അപ്പോ ബി ആണ്, എ ആണ്, പിന്നെ ബി ആണ്, ഇത് എ ആണ്, ഇത് ഡി ആണ്. ഓക്കെ, അത് മാറിപ്പോയതാണ്. ഇമെയിൽ സെൻഡ് അല്ല, സെൻഡ് ഇമെയിൽ ആണ് കേട്ടോ. സെൻഡ് ഇമെയിൽ ആണ്. യെസ്, ഓഫീസ് ബട്ടണിലെ സെൻഡ് എടുത്തിട്ടാണ് ഇമെയിൽ, ഇമെയിൽ എടുത്തിട്ട് സെൻഡ് അല്ല, സെൻഡ് എടുത്തിട്ട് ഇമെയിൽ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഓർഡറിലെ ശരിയാക്കിയ ആളുകൾക്ക് 17 വരെ യെസ് അവര് മാർക്ക് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. 17 വരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ യെസ്, അടുത്ത ചോദ്യം, which command is used to insert hyperlink in MS Word application? which command is used? നിങ്ങൾ സൂം പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്റെ ഫോൺ ഇവിടെ പടി പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടല്ലോ. സൂമിന്റെ പ്രശ്നം ഉണ്ടോ ഇവിടെ? കറക്റ്റ് ആയിട്ട് കാണുന്നില്ലേ? യെസ്, അപ്പൊ which command is used to insert a hyperlink in MS Word application എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ് ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ് ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ എ ആണ് അല്ലെ? ഇൻസേർട്ടിലെ ഹൈപ്പർ ലിങ്ക് ആണെന്ന് പഠിച്ചു നോക്കാം. 18 ഇൻസേർട്ടിൽ ഹൈപ്പർ ലിങ്ക് ആണ്. 19ാമത്തെ ചോദ്യം, which button is used to save our document? ഹോം ടാബ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ, ഇൻസേർട്ട് ടാബ്, റിവ്യൂ ബട്ടൺ. യെസ്, ചാറ്റ് ചെയ്യുമ്പോൾ സ്ക്രീൻ ഷെയർ ആവും. ചാറ്റ് അപ്പൊ കാണാത്തപ്പോ ചാറ്റ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. യെസ്, ഏതാണ്? യെസ്, ഓഫീസ് ബട്ടണിലാണ് എന്ന് പഠിച്ചു വെക്കാം. സേവ് അവർ ഡോക്യുമെന്റ് ഓഫീസ് ബട്ടൺ ആണെന്ന് പഠിച്ചു വെക്കാം. 20ാമത്തെ ചോദ്യം, ഹൗ ഡു യു ഡിലീറ്റ് എ ടെക്സ്റ്റ്? ഒരു ടെക്സ്റ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഹൗ ഡു യു ഡിലീറ്റ് എ ടെക്സ്റ്റ്? ഹൈലൈറ്റ് ആൻഡ് ഹിറ്റ് ഡിലീറ്റ്, ജസ്റ്റ് ഹൈലൈറ്റ് ആൻഡ് ടൈപ്പ് ഡിലീറ്റ്, ബോത്ത്. യെസ്, ഇന്നലെ കുറെ പേര് തെറ്റിച്ച ചോദ്യമാണിത്. എന്ത് ചെയ്യാ? അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാ, ഒന്ന് സെലക്ട് ചെയ്യാ, ആൻഡ് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം കേട്ടോ. യെസ്, അപ്പോ 20ന് ആൻസർ എ ആണ് എന്ന് പഠിച്ചു നോക്കാം. അപ്പോ രണ്ടാമത്തെ 10ൽ എത്ര മാർക്ക് കിട്ടി? സെറ്റ് അല്ലേ? രണ്ടാമത്തെ 10ൽ ഒരു 10 മാർക്ക് കിട്ടിയില്ലേ? യെസ്, ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ലെഫ്റ്റിലുള്ളത് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് ഏത് ടാബ് ആണെന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. യെസ്, അത് കിട്ടി, സിമ്പിൾ ആയിട്ട് കിട്ടി. കിട്ടിയില്ലേ? പിന്നെ സിലാബിഫിക്കേഷൻ കിട്ടി, 2 കിട്ടി, ഇതെല്ലാം കിട്ടിയില്ലേ? യെസ്, 13, 14, 15, 16, 17 കിട്ടിയില്ലേ? യെസ്, പിന്നെ ഹൈപ്പർ ലിങ്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്നുള്ളത് കിട്ടിയില്ലേ? യെസ്, ഇനി 20ാമത്തെ ചോദ്യമായിട്ട് നമ്മൾ ചോദിച്ചിരുന്നത് സേവ് ചെയ്യാൻ പറ്റുന്ന ഓഫീസ് ബട്ടണിലാണ്. പിന്നെ നമ്മൾ 20ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നത് ഡിലീറ്റിന്റെ ആണ്, അതും കിട്ടിയില്ലേ? യെസ്, അപ്പോ സെക്കൻഡ് ഹാഫില് നല്ല മാർക്ക് കിട്ടി, 10ഉം 9ഉം ഒക്കെ ആണ് കിട്ടിയത്. ഓക്കെ, യെസ്, അപ്പൊ ടോട്ടൽ ആദ്യത്തെ 10ൽ എത്രയാണ്, രണ്ടാമത്തെ 10ൽ എത്രയാണെന്നുള്ള എഴുതി വെക്കണേ. ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടെ കൂട്ടുകയും വേണം. അടുത്ത 10 ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ഓട്ടെ, in Word document what number is inserted into dash? Page number. Document page number is inserted into dash. Mail merge, line spacing, header and footer, spell check. Yes, in Word document page number is inserted into dash. Simple ആയിട്ട് നമുക്ക് കിട്ടും. 21ാമത്തെ ചോദ്യം header and footer എന്ന് കിട്ടും. അടുത്ത ചോദ്യം, the shortcut key for inserting line break. ലൈൻ ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട്കട്ട് കീ ഏതാണ്? 22. ലൈൻ ബ്രേക്ക്. യെസ്, ആ ലൈനിന് ബ്രേക്ക് ചെയ്ത് അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏതാ? യെസ്, ലൈൻ ബ്രേക്ക് ഷിഫ്റ്റ് എന്റർ ആണ് കേട്ടോ. ഷിഫ്റ്റ് എന്റർ ആണ്.
യെസ്, ഇത് ഒരുപാട് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഷിഫ്റ്റ് എൻ്റർ 22. ഇനി വാട്ട് ഈസ് 22. 23ാമത്തെ ചോദ്യം. ഡാഷ് ഹെൽപ്സ് ടു സേവ് അനദർ നെയിം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അനദർ നെയിം പുതിയൊരു പേരിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, സെയിം നെയിമിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവ് എന്ന് പറയുന്ന കമാൻഡ്. പുതിയ പേരിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ആസ് അല്ലെ. 23. The option minimize, maximize and close button is located into dash. 24. Simple questions. EYQs. The option of minimize, maximize and close are located in the dash. Okay. The option of minimize, maximize and close button are located into dash in use ചെയ്യുക. യെസ്, ഏതാണ്? ഏത് ബട്ടണിലാണ്? ടൈറ്റിൽ ബാറിലാണ് ഇതൊക്കെ കാണുന്നത്. 24. 25ാമത്തെ ചോദ്യം. ഫൈൻഡ് ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ ദ ഡാഷ് റിബൺ. 25. ഫൈൻഡ് ഓപ്ഷൻ എവിടെയാണ് കാണപ്പെടുന്നത്? വ്യൂ ടാബിലാണോ, റെഫറൻസ് ടാബിലാണോ, പേജ് ലേഔട്ടിലാണോ, ഹോം ടാബിലാണോ? ഫൈൻഡ് എവിടെയാണ്? ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഫൈൻഡ് ഹോം ടാബിലാണ്. 26. ക്വിക്ക് ടേബിൾ ക്യാൻ ബി ഇൻസർട്ടഡ് ബൈ ക്ലിക്കിംഗ് വൺ ഓഫ് ദി ഫോളോയിങ് ഇൻ ഓർഡർ. ക്വിക്ക് ടേബിൾ ക്യാൻ ബി ഇൻസർട്ടഡ് ബൈ ക്ലിക്കിംഗ് വൺ ഓഫ് ദി ഫോളോയിങ് ഇൻ ഓർഡർ. യെസ്, ഇൻസേർട്ടിൽ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ ഡയറക്റ്റ് ആയിട്ട് എന്തുണ്ട്? ക്വിക്ക് ടേബിൾ ഉണ്ട് അല്ലെ. പിന്നെ അവിടെ പിന്നെ ഇൻസേർട്ട് ടേബിൾ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. 26 സി ആണ് അവിടെ ആൻസർ. ഓക്കെ. ഇനി യെസ്, 26. അടുത്ത ചോദ്യം. എ സെന്റൻസ് ഇൻ MS Word ക്യാൻ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ബൈ. മൂവ് ചെയ്യാൻ സാധിക്കുന്നത് ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴാണ്? 27. A sentence in MS Word can be moved from one place to another place by. Yes. Okay. എന്താണ്? യെസ്, അത് സെലക്ട് കട്ട് ആൻഡ് പേസ്റ്റ് ആണ് അല്ലെ. മൂവ് ചെയ്യാൻ സാധിക്കുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് ആണെന്ന് പഠിച്ചു നോക്കാം. 28. MS Word is a dash software. Generic software, application software, system software, none of these. ഏതാ? വേർഡ് എന്ന് പറയുന്നത് ഇത്രയും പഠിച്ചിട്ട് അതെന്ത് സോഫ്റ്റ്വെയർ ആണ് അറിയാതിരിക്കരുത് കേട്ടോ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. 29. ഇൻ വിച്ച് ബാർ ഡിസ്പ്ലേ ദ കറന്റ് പേജ് നമ്പർ ഇൻ MS Word. പേജ് നമ്പർ, വേർഡ് നമ്പർ ഇതൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് ഏത് ടാബിലാ? യെസ്, ഏത് ടാബിലാണ്? ഏത് ബാറിലാണ്? സ്റ്റാറ്റസ് ബാറിലാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. 29. സെറ്റ് അല്ലേ? ഇതൊക്കെ പുഷ്പം അല്ലേ? പുഷ്പം അല്ലേ? യെസ്. 30ാമത് ചോദ്യം. ദ കമാൻഡ് കൺട്രോൾ U. കൺട്രോൾ U stands for. കൺട്രോൾ U പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നുള്ളതാണ്. അപ്പോ പരമാവധി സ്വന്തം പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് നമുക്കും പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ ഈ 10 5ൽ കുറവ് മാർക്ക് കിട്ടുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോഴും നിങ്ങൾക്ക് 5ന്റെ മുകളിലേക്ക് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ട്. നിങ്ങളെ റിവിഷൻ അത്ര പ്രോപ്പർ അല്ല, നിങ്ങൾ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കുത്തിയിരുന്ന് പഠിച്ച് ഒപ്പം എത്തണം കേട്ടോ. അപ്പൊ ഇതേതാണ്? യെസ്, കൺട്രോൾ U എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 31ലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. ഈ 3ാമത്തെ 10ൽ എത്ര മാർക്ക് കിട്ടി? ഹെഡർ ആൻഡ് ഫുട്ടറിൽ പേജ് നമ്പർ കൊടുക്കാം. സേവാസ് പിന്നെ ഷിഫ്റ്റ് എൻ്റർ ആണ്. ലൈൻ ബ്രേക്കിന് വേണ്ടിയിട്ട് പുതിയ പേരിൽ സേവ് ചെയ്യാൻ സേവാസ് ആണ്. മാക്സിമൈസ് മിനിമൈസ് ഉള്ളത് ടൈറ്റിൽ ബാറിലാണ്. പിന്നെന്താണ്? യെസ്, ഫൈൻഡ് ഉള്ളത് ഹോം ടാബിലാണ്. ഇൻസേർട്ട് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ക്വിക്ക് ടേബിളിലേക്ക് പോകാൻ പറ്റും. ഹോമിലാണ്. ഓക്കെ. യെസ്, പിന്നെന്താ? കട്ട് പേസ്റ്റ് ആണ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. MS Word ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സ്റ്റാറ്റസ് ബാറിലാണ് പേജ് നമ്പർ ഉണ്ടാവുക. കൺട്രോൾ U അണ്ടർലൈൻ ആണ്. സിമ്പിൾ. 10 കിട്ടേണ്ടതാണ് അല്ലെ, അല്ലെങ്കിൽ 9. ഓക്കെ. യെസ്, 31ലേക്ക് പോട്ടെ. A clip art in MS Word 2007 can be inserted by clicking one of the following in the correct order. Clip art എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, clip art. Yes, a clip art in MS Word 2007 can be
ഇൻസേർട്ടഡ് ബൈ ക്ലിക്കിംഗ് വൺ ഓഫ് ദി ഫോളോയിങ് കറക്റ്റ് ഓർഡർ. ഏതാണ്? ഇൻസേർട്ടിൽ ക്ലിപ്പാർട്ട് വേണ്ട, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഇൻസേർട്ടിൽ ക്ലിപ്പാർട്ട് സിമ്പിൾ അല്ലെ. 31. ഓക്കെ യെസ്. ഇനി headers and footers appears only in dash view. 32. headers and footers appears only in dash view. ഹെഡേഴ്സും ഫൂട്ടേഴ്സും ഓപ്ഷൻസ് എവിടെയുള്ളത്? പ്രിന്റ് ലേഔട്ട് വ്യൂവിലാണ് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. പ്രിന്റ് ലേഔട്ട് വ്യൂവിലാണെന്ന് പഠിച്ചു നോക്കാം. 32. യെസ്. 33. The find the statement which is false from the following. ഇത് നമ്മളെ ചോദ്യം ഒന്ന് തിരിയ ചോദ്യമാണ് അല്ലേ. യെസ്. We cannot set new margin default in Word 2007. എന്താണ്? ഫാൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വി കനോട്ട് സെറ്റ് എ ന്യൂ ഡിഫോൾട്ട് ഫോണ്ട് ഫോർ MS Word. ഇത് ശരിയല്ലേ? നമുക്ക് പുതിയൊരു ഡിഫോൾട്ട് ആയിട്ടുള്ളത് പുതിയ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ശരിയാണ്. ഗട്ടർ ഈസ് എ സ്പേസ് ബിറ്റ്വീൻ 2 pages. 2 pages അല്ല, എന്താണ്? നമ്മളെ മാർജിനിൽ നിന്നുള്ള സ്പേസ് ആണ് ഗട്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാം. There is provision for 5 horizontal alignment in MS Word. ആണോ? 5 ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഉണ്ടോ? യെസ്. there is provision for 5 horizontal arrangements ഉണ്ടോ? എത്ര ഹൊറിസോണ്ടൽ അലൈൻമെന്റ്സ് ആണുള്ളത്? 4 എണ്ണാണുള്ളത്. അപ്പൊ അതും തെറ്റാണ് അല്ലെ. ഇനി കേർണിംഗ് ഈസ് എ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്പേസ് ബിറ്റ്വീൻ ദി വേർഡ്സ്. ആണോ? ബിറ്റ്വീൻ ദി വേർഡ്സ് ആണോ? അല്ല, ബിറ്റ്വീൻ ദി ക്യാരക്ടേഴ്സ് വിത്തിൻ ദി വേർഡ്സ് ആണ്. ഒരു വേർഡിനുള്ളിലുള്ള ക്യാരക്ടേഴ്സിന്റെ ഇടയിലുള്ള സ്പേസിനെയാണ് കേർണിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ അതിനകത്താകെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ട്രൂ എന്നാക്കി മാറ്റിയിട്ട് ഈ ചോദ്യം പറയാം. ഡിഫോൾട്ട് ആയിട്ടുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ പഠിക്കാം കേട്ടോ. അപ്പൊ 4 ഫാക്ടുകൾ അവിടെ പഠിച്ചു വെക്കാം. നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. 74 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. ഇതെന്താണ്? ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഫോണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ശരിയാണ് കേട്ടോ. ഗട്ടർ ഈസ് എ മാർജിൻ ബിറ്റ്വീൻ ദി ബൈൻഡിങ് സൈഡ് ഓഫ് ദി പേജ് എന്നുള്ളതാണ്. ഓക്കെ യെസ്. പിന്നെ 4 ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ആണുള്ളത്. കേർണിംഗ് എന്ന് പറയുന്നത് സ്പേസിംഗ് ബിറ്റ്വീൻ ദി ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ 4 പോയിന്റ്സ് പഠിച്ചു. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. PSC എത്ര ക്വസ്റ്റ്യൻ ക്യാൻസൽ? 9 ക്വസ്റ്റ്യൻ ഒക്കെ അല്ലേ കഴിഞ്ഞ പരീക്ഷ ക്യാൻസൽ ചെയ്ത് അല്ലേ. യെസ്. അപ്പൊ നമ്മൾ ഒന്നെങ്കിലും ക്യാൻസൽ ചെയ്തില്ലേ മോശമല്ലേ? PSC നമ്മളോട് ചോദിക്കൂലേ? അപ്പൊ 32 അല്ലേ? 33ാമത്തെ ചോദ്യം. ബി ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ശരിയാണെന്ന് പറയാം കേട്ടോ. യെസ്. ഇവിടെ ബൈൻഡിങ് സൈഡിലേക്കുള്ളതാണ്. നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒരു പേജ് ഉണ്ട്, ഇവിടെ ഒരു പേജ് ഉണ്ട്. അപ്പോൾ ഈ 2 സ്പേസ് നമുക്ക് ഗട്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇൻഡയറക്റ്റ് ആണ്. ശരിക്കും ഗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈൻഡിങ് സൈഡ് ആ മാർജിനുമായിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ. യെസ്. അല്ലെങ്കിൽ 2 പേജിന്റെ മാർജിനുകൾക്കിടയിലുള്ള സ്പേസിനെ ടോട്ടലി നമുക്ക് എന്ത് ചെയ്യാം? ഗട്ടർ എന്ന് പറയാം. അത് ഇൻഡയറക്റ്റ് ആണ് കേട്ടോ. വേണമെങ്കിൽ ശരിയാക്കി പറയാന്ന് മാത്രമേ ഉള്ളൂ. യെസ്. ഗട്ടറിന്റെ ഡെഫിനിഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ. അതാണ് പറഞ്ഞ പോലെ എന്നുള്ളത്. ഓക്കെ യെസ്. അപ്പൊ അതങ്ങനെ. ഇപ്പൊ ഇവിടെ ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് പേപ്പർ സൈസ് ഹാസ് ട്വൈസ് ദ സൈസ് ഓഫ് ദി സ്റ്റാൻഡേർഡ് A4 സൈസ് പേപ്പർ? A4 സൈസിന്റെ ഡബിൾ ഉള്ളത് ഏത് സൈസ് പേപ്പർ ആണ് എന്ന്? യെസ്. അത് A3 സൈസ് ആണ്. 33. 34ാമത്തെ ചോദ്യം. If the word commission is displayed on the screen with the cursor between the letter O and N and the delete key is pressed, which word appears on the screen? 34ാമത്തെ ചോദ്യം. ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓയുടെ എന്നിന്റെ ഇടയിലാണ്, ഇവിടെയാണ് ഉള്ളത്. ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലുള്ളത് പോവും. അപ്പൊ ഇത് മാത്രമായി മാറും അല്ലെ. യെസ്. ഇത് മാത്രമായിട്ട് മാറും. 34. 35ാമത്തെ ചോദ്യം. Which of the following does not come under the line spacing option under paragraph? ലൈൻ സ്പേസിംഗ് ഓപ്ഷനിൽ ഇല്ലാത്തത് ഏതാണ് എന്ന് വിഷയം. Which of the following option does not come under the line spacing option under paragraph എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ സ്പേസിംഗ് ഓപ്ഷനിൽ ഇല്ലാത്തത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അറ്റ്മോസ്റ്റ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്തു കേട്ടോ. അറ്റ്മോസ്റ്റ്. ഓക്കെ
യെസ്. ഇനി വാട്ട് ഈസ് ഗട്ടർ മാർജിൻ? യെസ്, എന്താണ് ഗട്ടർ മാർജിൻ? യെസ്, മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ലെഫ്റ്റ് മാർജിൻ വെൻ പ്രിന്റിംഗ് അല്ലേ? യെസ്, അതാണ് നമ്മൾ പഠിച്ചു 36. 37ാമത്തെ ചോദ്യം, ഫയൽ ക്രിയേറ്റഡ് യൂസിംഗ് വേർഡ് പ്രോസസർ ഈസ് നോൺ ആസ് ഡാഷ്. 37ാമത്തെ ചോദ്യം, ഫയൽ ക്രിയേറ്റഡ് യൂസിംഗ് വേർഡ് പ്രോസസർ ഈസ് നോൺ ആസ് folder, file, publication, document. File created using word processor. Yes, ഏതാ? File created using word processor is known as dash എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ എന്തെന്ന് വിളിക്കാം? ഡോക്യുമെന്റ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഡോക്യുമെന്റ്. 38ാമത്തെ ചോദ്യം, ഇൻസേർട്ട് വാട്ടർമാർക്ക് ഓപ്ഷൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി പേജ് ലേഔട്ട് ടാബ്. ഏതിലാണ് ലൊക്കേറ്റഡ്? ഇൻ ദി ഏത് ഗ്രൂപ്പിലാണ്? പേജ് ലേഔട്ട് ടാബിലാണ്, ഏത് ഗ്രൂപ്പിലാണ് എന്നുള്ളതാണ് ചോദ്യം. യെസ്, 36 നോക്കാം. ഓക്കെ, യെസ്, പേജ് ലേഔട്ട് ടാബിലാണ്, പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിലാണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. യെസ്, ഓക്കെ. യെസ്, വാട്ടർമാർക്ക് എന്ന് പറയുന്നത് പേജ് ലേഔട്ട് ടാബിലാണ്, പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. ഓക്കെ, യെസ്. ഏതായിരുന്നു ചോദ്യം? ബി ആണല്ലോ ആൻസർ. എ അല്ല അല്ലെ? മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ബൈൻഡിങ് സൈഡ് ഓഫ് ദി പേജ് വെൻ പ്രിന്റിംഗ്, അതാണ് ആൻസർ കേട്ടോ. എ ആണ് ഞാൻ പറഞ്ഞത് അല്ലെ? യെസ്, എ അല്ല, എ അല്ല, എ അല്ല, ബി ആണ് കേട്ടോ. ബി ആണ്, ബി ആണ്, ബി ആണ്. ലെഫ്റ്റ് മാർജിൻ ലെഫ്റ്റ് മാർജിൻ അനുസരിച്ചല്ല, ശരിയാണ്. മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ബൈൻഡിങ് സൈഡ് ഓഫ് ദി പേജ്, ബൈൻഡിങ് സൈഡ് ഏതാണോ അതിലേക്കുള്ള സ്പേസ് ആണ് കേട്ടോ. ബി തന്നെയാണ്, ബി തന്നെയാണ്. പെട്ടെന്ന് എടുത്തപ്പോ മാറിയതാണ്. യെസ്, മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ബൈൻഡിങ് സൈഡ് ഓഫ് ദി പ്രിന്റിംഗ് കേട്ടോ. യെസ്, അത് 36, 37, 38. യെസ്, ഇനി 39ാമത്തെ ചോദ്യം, ലൈൻ സ്പേസിംഗ് റെഫേഴ്സ് ടു ഡാഷ്. Line spacing refers to the dash. Vertical spacing between the line of the text, horizontal spacing between the line of the text, horizontal spacing of characters, top and bottom margin. യെസ്, ഏതാണ് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്? രണ്ട് ഇത് തമ്മിലുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ സ്പേസ് ആണ് അല്ലെ? ഇതാണ് വെർട്ടിക്കൽ സ്പേസിംഗ് ആണ്, വെർട്ടിക്കൽ സ്പേസിംഗ് ആണ്. ഹൊറിസോണ്ടൽ സ്പേസിംഗ് അല്ലല്ലോ. ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്പേസിംഗ് ആണ് കേട്ടോ. ഓക്കെ, യെസ്, അപ്പോ ഇത് തെറ്റാണ്. ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്പേസിംഗ് തന്നെയാണ് കേട്ടോ. വെർട്ടിക്കൽ സ്പേസിംഗ് ബിറ്റ്വീൻ ദി ലൈൻ ഓഫ് ടെക്സ്റ്റ് ആണ്. യെസ്, അതാണ് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഇവിടെ പച്ചവെള്ളം താഴെ വെൽക്കം എന്നും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സ്പേസിങ് കാണുന്നില്ല അല്ലെ? ഒരു മിനിറ്റ്. യെസ്, ഇപ്പൊ ഇത് രണ്ടും ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതാണല്ലോ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ അല്ലെ? യെസ്, ഇത് കൂട്ടുന്നതിനനുസരിച്ച് അതിന്റെ വെർട്ടിക്കൽ സ്പേസിംഗ് ആണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള സ്പേസിംഗ് ആണ്. കേണിങ്ങിന്റെ സ്പേസ് ആണ് ഹൊറിസോണ്ടൽ സ്പേസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. വെർട്ടിക്കൽ സ്പേസിംഗ് ആണ് കൂടുന്നത്, അതിൽ സംശയമില്ല. വെർട്ടിക്കൽ സ്പേസിംഗ് ആണ്. ഓക്കെ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്? ഒൻപതല്ലായിരുന്നോ? 40ാമത്തെ ചോദ്യം, ദ ബെസ്റ്റ് വേ ടു പുട്ട് ദി പേജ് നമ്പർ ഓർ ഡേറ്റ് അറ്റ് ദി ബോട്ടം ഓഫ് ഈച്ച് പേജ് ഓഫ് 50 പേജ് റിപ്പോർട്ടഡ് ഈസ് ഡാഷ്. ഏതാണ് ഇതില് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ബെസ്റ്റ് വേ ടു പുട്ട് പേജ് നമ്പർ ആൻഡ് ഡേറ്റ് അറ്റ് ദി ബോട്ടം ഓഫ് ഈച്ച് പേജ് റിപ്പോർട്ടഡ് ടു ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെയാണ് പേജ് നമ്പർ ബോട്ടം ഓഫ് ദി പേജ് കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഇൻസേർട്ട് ഫൂട്ടർ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ 4ാമത്തെ 10ൽ എത്ര മാർക്ക് കിട്ടി? 4ാമത്തെ 10ൽ 1ാമത്തെ ചോദ്യം ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് ക്ലിപ്പ് ആർട്ട് ആണ്, കിട്ടാവുന്നതേ ഉള്ളൂ അല്ലെ? യെസ്, 2ാമത്തെ ചോദ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രിന്റ് ലേഔട്ട് വ്യൂവിലാണ് ഹെഡർ ആൻഡ് ഫൂട്ടേഴ്സ് ഉള്ളത്. ഓക്കെ, കിട്ടാവുന്നതേ ഉള്ളൂ, പഠിച്ചതാണ്. ഇനി യെസ്, ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. 33 A4ന്റെ ഡബിൾ ഉള്ളത് A3 സിമ്പിൾ ആയിട്ട് കിട്ടും.
അല്ലെ? യെസ്. ഇനി പിന്നെന്താ നമ്മൾ പഠിച്ചത്? കമ്മീഷന്റെ എന്നെ അതും കിട്ടും. നാലാമത്തെ ചോദ്യം. അറ്റ്മോസ്റ്റ് അതും കിട്ടും. സിമ്പിൾ. ഗട്ടർ മാർജിൻ എന്താണ്? യെസ്, മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ബൈൻഡിങ് സൈഡ് ഓഫ് ദി പേജ് വെൻ പ്രിന്റിംഗ്. അതാണ് കേട്ടോ ഗട്ടർ മാർജിൻ. വെർട്ടിക്കൽ സ്പേസിംഗ് ആണ് ഏത്? ഈ പറയുന്ന അല്ല, അതിനിടയില് ഫയൽ ക്രിയേറ്റഡ് യൂസിങ് വേർഡ് പ്രോസസർ ഡോക്യുമെന്റ് എന്ന് വിളിക്കാം അതിനെ. യെസ്. പിന്നെ വാട്ടർമാർക്ക് എവിടെയാണ്? പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്, പേജ് ലേഔട്ട് ടാബിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചതാണ്. യെസ്, പെട്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടണം എന്നുള്ളതാണ് അല്ലെ. ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്പേസിംഗ് ആണ്. ആൻസർ കീയില് ഇവിടെ ഹാഷ് മാർക്ക് ഇട്ടിട്ട് ഡി ആണ്, അല്ല. യെസ്, വെർട്ടിക്കൽ അലൈൻമെന്റ് ആണ്. തിരുത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. നാളത്തെ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ടാണ് PDF അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇന്ന് PDF ഉണ്ടാവില്ല. നാളത്തെ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും PDF അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇന്നത്തെ മാത്രമായിട്ട് ചെയ്യണോ? നോക്കാം, നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ പേജ് നമ്പർ എവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസേർട്ട് ഫൂട്ടർ ആണ് അതിന് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള പോയിന്റ് പഠിച്ച്. ഓക്കെ, 50 എണ്ണത്തിൽ പിടിക്കാം. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ വെൻ വി പ്രസ് കൺട്രോൾ റൈറ്റ് ആരോ? 41ാമത്തെ ചോദ്യം. ഇല്ലല്ലോ, ലൈൻ സ്പേസിംഗ് ഹൊറിസോണ്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എടുത്തിട്ട് പറയൂലേ? ആഷ്ലി PV ഞാൻ ഹൊറിസോണ്ടൽ പറഞ്ഞതായിട്ട് അല്ല ഓർക്കുന്നത്, വെർട്ടിക്കൽ സ്പേസിംഗ് തന്നെ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള? ആരെങ്കിലും ഒന്ന് പറയോ? ലൈൻ സ്പേസിംഗ് ഞാൻ ചെയ്ത് കാണിച്ചല്ലേ? വെർട്ടിക്കൽ സ്പേസിംഗ് തന്നെ അല്ലേ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഞാൻ എനിക്ക് ചിലപ്പോ ഫയലില് ചിലപ്പോ അവിടെ മാർക്ക് കഴിഞ്ഞ ക്ലാസ്സിലും അങ്ങനെ ഉണ്ടായിരുന്നുകൊണ്ട് ചിലപ്പോ നിങ്ങൾ അങ്ങനെ പഠിച്ചപ്പോ ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. വെർട്ടിക്കൽ സ്പേസിംഗ് ഞാൻ പഠിപ്പിക്കുള്ളൂ, മാർക്ക് ചിലപ്പോ അങ്ങനെ വന്നതായിരിക്കും കേട്ടോ. യെസ്, അത് ആഷ്ടി പഠിച്ചത് PDF നോക്കിയിട്ടായിരിക്കും ചിലപ്പോ കേട്ടോ. വെർട്ടിക്കൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് തിരുത്തിയിട്ട് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാം. അപ്പൊ വാട്ട് വിൽ ഹാപ്പൻ വെൻ വി പ്രസ് കൺട്രോൾ റൈറ്റ് ആരോ എന്ന് ചോദിച്ചു? കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ, യെസ്, നമുക്ക് നോക്കാം. കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് അല്ലെ? കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ, ഒരു മിനിറ്റ്. നോക്കാം. ഡി ആണ് ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. പേസ്റ്റ് സ്പെഷ്യൽ ഇത് അവിടെയാണ്. പേസ്റ്റ് സ്പെഷ്യൽ ഞാനിപ്പോ ഇവിടുന്ന് കോപ്പി ചെയ്തത് പല ഫോണ്ടിലുമാണ് ഉള്ളത് അല്ലെ? പല ഫോർമാറ്റിങ്ങിലും ഫോണ്ടിലുമാണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ എടുത്തിട്ട് അതിനകത്ത് അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് ആക്കി കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതാണ് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി ഫോർമാറ്റ് പെയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെയ്ത സാധനം, ചെയ്ത ഫയലിന്റെ അതിന്റെ ഫോർമാറ്റ് അതേപോലെ കൊണ്ടുവരും കേട്ടോ. അപ്പൊ കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഏതാണ്? കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് യെസ്, മൂവ് കഴ്സർ വൺ വേർഡ് റൈറ്റ്. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. എൻഡ് ഓഫ് ദി ലൈൻ അല്ല. അത് ഒന്നും കൂടി നോക്കിക്കോളൂ. യെസ്, കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ഞാൻ പ്രസ് ചെയ്യണേ. യെസ്, ഇതൊക്കെ മാറിപ്പോകാൻ സാധ്യതയില്ലാണ്. കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് റിവിഷൻ ചെയ്യേണ്ടതാണ്. കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് എന്താണ്? യെസ്, ഒരു വേർഡേ റൈറ്റിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. ഒരു വേർഡേ റൈറ്റിലേക്ക് പോകുന്നുള്ളൂ. കാണുന്നില്ലേ കേട്ടോ. ഇപ്പൊ കേഴ്സർ ഇതാ ഡെവലപ്ഡിന്റെ ഇവിടെയാണ് കേഴ്സർ ഉള്ളത്. കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് വൺ വേർഡ്, കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാലോ വൺ വേർഡ് ലെഫ്റ്റ് കേട്ടോ. യെസ്, ഇനി കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാലോ, കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കേഴ്സർ മൈക്രോസോഫ്റ്റിന്റെ അവിടെ ഉള്ളത്. ഓക്കെ, കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ആ പാരഗ്രാഫിന്റെ എൻഡിലേക്ക് വരുന്നു. കൺട്രോൾ പ്ലസ് അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരഗ്രാഫിന്റെ തുടക്കത്തിലേക്ക് വരുന്നു കേട്ടോ. യെസ്, അതും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂട്ടിച്ചേർത്ത് പഠിക്കാവുന്നതാണ്. അപ്പോ ഇവിടെ ആൻസർ അല്ല, ലൈൻ അല്ല, യെസ്, എന്താണ്? വേർഡ് ആണ് കേട്ടോ. വേർഡ് ആണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ. 41 അല്ലായിരുന്നോ? അവസാനത്തെ 10ലെ ആദ്യത്തെ ചോദ്യം അല്ലായിരുന്നോ? യെസ്. ഇനി 42ാമത്തെ ചോദ്യം. എ ഡോക്യുമെന്റ് ദാറ്റ് ഹാസ് ബീൻ സേവ്ഡ് ഈസ് കോൾഡ് ഡാഷ്. യെസ്, എ ഡോക്യുമെന്റ് ദാറ്റ് ഹാസ് ബീൻ സേവ്ഡ് ഈസ് കോൾഡ് ഡാഷ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ
Yes, a document that have been saved is called as എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസ് എന്ന് വിളിക്കോ? ഇല്ല, ഫയൽ ആണോ? യെസ് എന്താണ്? ഫയൽ ആണ് ആൻസർ. 42 സേവ് ചെയ്ത ഡോക്യുമെന്റിനെ നമുക്ക് ഫയൽ എന്ന് വിളിക്കാൻ സാധിക്കും. 43ാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് ഇൻ MS Word. MS Wordൽ ഇല്ലാത്ത ഓപ്ഷൻ ഏതാ? വിച്ച് ഈസ് നോട്ട് ഇൻ MS Word 2007 എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ്? യെസ് 43 മാജിക് ടൂൾ ആണ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം അല്ലെ? യെസ്, മാജിക് ടൂൾ ആണ്. 44ാമത്തെ ചോദ്യം, cannot be used to work with MS Office. MS ഓഫീസിൽ സ്യൂട്ടബിൾ അല്ലാത്ത ഇത് ഏതാണ്? ജോയിസ്റ്റിക്, സ്കാനർ, ലൈറ്റ് പെൻ, മൗസ്. MS Wordൽ വർക്ക് ചെയ്യാൻ സ്യൂട്ടബിൾ അല്ലാത്തത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജോയിസ്റ്റിക് ആണ് എന്ന് പഠിച്ചു നോക്കാം അല്ലെ? അത് ഗെയിമിംഗ് ഡിവൈസിലാണ് യൂസ് ചെയ്യുന്നത്. 44 യെസ് ആൻസർ ചെയ്യാണ്. ഇനി 45ാമത്തെ ചോദ്യം, the dash works with the standard copy and paste command. Copy and paste commandന് വേണ്ടി യൂസ് ചെയ്യുന്നതിൽ വ്യൂ ടാബ് ആണോ, പാരഗ്രാഫ്, ഡയലോഗ് ബോക്സ് ആണോ, ഓഫീസ് ക്ലിപ്ബോർഡ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? യെസ്, സിമ്പിൾ ആയിട്ട് കിട്ടും. ഏതാണ്? ഓഫീസ് ക്ലിപ്ബോർഡ് ആണ് അല്ലെ? ഓഫീസ് ക്ലിപ്ബോർഡ് ആണ്. 46ാമത്തെ ചോദ്യം, where is a blank space outside the printing area of the page is called a dash. What is the blank space outside the printing area of the page is called dash. 46 ഏതാണ്? യെസ് അതാണ് മാർജിൻ എന്ന് പറയുന്നത് അല്ലെ? മാർജിൻ 46 ബി. 47ാമത്തെ ചോദ്യം, ഫോർമാറ്റിംഗ് ഈസ് പെർഫോംഡ് ഓൺ ഡാഷ്. ഫോർമാറ്റിംഗ് നമുക്ക് എവിടെയൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കും? ടെക്സ്റ്റിന് ചെയ്യാൻ സാധിക്കും, ടേബിളിന് ചെയ്യാൻ സാധിക്കും, മെനുവിന് ചെയ്യാൻ സാധിക്കും. ബോത്ത് എ ആൻഡ് ബി. ഏതാ? ഫോർമാറ്റിംഗ് ഈസ് പെർഫോംഡ് ഓൺ ടെക്സ്റ്റ് നമുക്ക് ടേബിളും ഒക്കെ ഫോർമാറ്റിംഗ് ചെയ്യാൻ സാധിക്കും, മെനൂസിനെ നമുക്ക് ഫോർമാറ്റിംഗ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എയും ബി ആണ് ആൻസർ. വാട്ട് ബാർ ഷോസ് ദി കറന്റ് പൊസിഷൻ ആസ് ഫാർ ആസ് ദി ടെക്സ്റ്റ് ഗോസ്. കറന്റ് പൊസിഷനും ടെക്സ്റ്റ് ഒക്കെ എവിടെയാണെന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഏത് വിഷയം? ടൈറ്റിൽ ബാർ, മെനു ബാർ, സ്ക്രോൾ ബാർ, സ്റ്റാറ്റസ് ബാർ. 48 യെസ് നമ്മൾ പറഞ്ഞു സ്റ്റാറ്റസ് ബാർ ആണ്. യെസ് 48. 49 ഈച്ച് ലൈൻ റെപ്രസെന്റ് ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ വേർഡ് സ്റ്റാർ. Each line represents how many letters in word star. Word star word processing software തന്നെയാണ്. അതിലൊരു ലൈനിൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. അന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ന് കിട്ടണം കേട്ടോ. 65. 50ാമത്തെ ചോദ്യം, which of the following word processing software, ഇതിൽ ഏതാണ് word processing software എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? Yes, which of the following is the following are word processing software എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർഡ് പെർഫെക്റ്റും വേർഡ് പാഡും വേർഡ് MS വേർഡും ഒക്കെ അതിന് ഉദാഹരണമാണ്. ഓൾ ഓഫ് ദീസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്ന് പഠിച്ചു. അപ്പൊ അവസാനത്തെ 10 എത്ര മാർക്ക് കിട്ടി? യെസ്, അവസാനത്തെ 10 കൺട്രോൾ റൈറ്റ് ആരോ കുറെ പേര് തെറ്റിയിട്ടുണ്ട് അല്ലെ? യെസ്, അത് വൺ വേർഡ് റൈറ്റിലേക്കാണ് എന്നുള്ളത് കിട്ടണം. പിന്നെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? ഫയലാവും. യെസ്, പിന്നെ മാജിക് ടൂൾ അതിലില്ല. ജോയിസ്റ്റിക് വേർഡിൽ വർക്ക് ചെയ്യാൻ സഹായിക്കില്ല. കോപ്പി പേസ്റ്റിന് വേണ്ടി ക്ലിപ്പ് ബോർഡ് ആണ് യൂസ് ചെയ്യുന്നത്. യെസ്, മാർജിൻസ് ആണ് ഔട്ട്സൈഡ് ദ പ്രിന്റിംഗ് ഏരിയ ഓഫ് ദ പേജ്, അത് നമ്മൾ പഠിച്ചു. പിന്നെ ഫോർമാറ്റിംഗ് ടെക്സ്റ്റിനും ടേബിളിനും ഒക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ അപ്പൊ സ്റ്റാറ്റസ് ബാറിലാണ് കറന്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. വേർഡ് സ്റ്റാറിൽ എത്ര ലൈൻസ് സെലക്ട് ചെയ്യാൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ 65. അപ്പോ ഇതെല്ലാം വേർഡിന് ഉദാഹരണമാണ്, വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഉപകാരപ്പെടുന്നുണ്ടോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ പലയിടത്തായി പഠിച്ച ചോദ്യങ്ങൾ ഒന്നിച്ച് ചറപറാന്ന് ഡിസ്കസ് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. അത് വേണം നമുക്ക് കേട്ടോ. യെസ്, അപ്പൊ 50ൽ എത്ര മാർക്ക് കിട്ടി? 50ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? കട്ട് ഓഫ് എത്രയാണെന്നറിയോ? 25 ക്ലാസ്സും കണ്ട ആളുകൾക്ക് കട്ട് ഓഫ് 40 മാർക്ക് കട്ട് ഓഫ്. നല്ല ടൈറ്റ് ആണ് ഇപ്പൊ കോമ്പറ്റീഷൻ, പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ. യെസ്, നല്ല ടൈറ്റ് ആണ് കോമ്പറ്റീഷൻ.
അപ്പൊ 40 മാർക്കാണ് ഇന്നത്തെ പരീക്ഷയിൽ കട്ട് ഓഫ് ആയിട്ട് നിർണയിച്ചിട്ടുള്ളത്. അപ്പൊ 25 ക്ലാസ്സും കണ്ടില്ല സാർ, മാർക്ക് കുറവാണ് എന്ന് പറയുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, എന്താ പണ്ടേ ക്ലാസ്സിൽ ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോ ഇന്നലെ വന്നില്ല സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുത്തും, നിങ്ങൾക്കൊരു കൺസിഡറേഷൻ കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല. 25 ക്ലാസ് കാണാത്തതിന് കാരണം ഒന്നെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിലേക്ക് ലേറ്റ് ആയിട്ട് വന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട രീതിയിൽ ക്ലാസ്സുകൾ കണ്ടൊപ്പം എത്താത്തത് കൊണ്ടാണ് കേട്ടോ. യെസ്, അപ്പോ അതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. യെസ്, അത് നമ്മുടെ തന്നെ പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. നമ്മളിപ്പോ ഇതാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനും വിൻഡോസിന്റെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ ഈ ശനി ഞായറും ഒക്കെ കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ തീർച്ചയായും ഈ ഗ്യാപ്പ് പരമാവധി മുതലെടുക്കുക, പഠിച്ചു തന്നെ പോവാ കേട്ടോ. യെസ്, ഓക്കെ. ആരെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീട്ടിലെ സാഹചര്യം അങ്ങനെയായിരുന്നു, പനിയായിരുന്നു, ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു, മക്കൾക്ക് സുഖമില്ല, അവിടെ പോവാനുണ്ടായിരുന്നു, ഇവിടെ പോവാനുണ്ടായിരുന്നു, വിഷു ആണ്, പെരുന്നാളാണ്, യെസ്, ഇങ്ങനെ ട്രിപ്പ് പോവാനുണ്ടായിരുന്നു, ഭർത്താവിനെ അങ്ങനെ ചെയ്യാനുണ്ടായിരുന്നു, ഭാര്യയ്ക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാനുണ്ടായിരുന്നു, മക്കളെ കൂടെ ഇരിക്കാനുണ്ടായിരുന്നു. ഇതൊന്നും പരീക്ഷാ ഹാളിൽ 1.25 മണിക്കൂർ നമുക്ക് എക്സ്ക്യൂസസ് അല്ലല്ലോ, അത് നമ്മൾ തന്നെ പഠിക്കണ്ടേ. അപ്പോ നിങ്ങളെ സാഹചര്യങ്ങൾ പലതായേക്കാം, ഓരോരുത്തരും പഠിക്കുന്ന, ഓരോരുത്തരും ഇരിക്കുന്ന, ഓരോരുത്തർക്കും കഴിയുന്ന എല്ലാം ഡിഫറെന്റ് ആണ്. അതെന്താന്നുള്ളത് ആ അളവ് പോലെ നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ കാണാറില്ലേ ജോലിയിലെത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് അഡ്വൈസ് ലെറ്റേഴ്സും അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സും ഒക്കെ നിങ്ങൾ ഇങ്ങനെ കാണാറില്ലേ? ആ പോസ്റ്റ്, ആ മെസ്സേജ് എനിക്ക് അയക്കുന്ന, അല്ലെങ്കിൽ ആ അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സിന്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയക്കുന്നവരൊന്നും കട്ടപ്പുറത്ത് കയറി മരത്തിന്റെ മുകളിൽ കയറി പഠിച്ചവരോ അല്ലെങ്കിൽ എന്തോ ഒരു സ്പെഷ്യൽ എനർജി ഉള്ള ആളുകൾ ഒന്നുമല്ല. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആര്യ അനൂപിനെ പോലെ, A74 പോലെ, യെസ്, അതേപോലെ തന്നെ പിന്നെ A20 പോലെ, അതുലിനെ പോലെ, യെസ്, എന്താണ് പിന്നെ രമ്യ അലക്സിനെ പോലെ, ആര്യ അനൂപ്, പ്രീതയെ പോലെ, അമ്പിളിയെ പോലെ, അഞ്ജലിയെ പോലെ, യെസ്, ഇങ്ങനെ നിങ്ങളെ പോലെ ഇവിടെ ക്ലാസ്സിൽ ഇരുന്ന ആളുകൾ തന്നെയാണ്. അപ്പോ നിങ്ങൾക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. നിങ്ങളെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഓക്കെ, പിൻവാതിൽ നിയമനമാണ്, അവിടെ കണ്ടോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടിലെഴയുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ കുറെ ആളുകളും നാട്ടുകാരും വീട്ടുകാരും അയൽവാസികളും കൂട്ടുകാരും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോയിട്ട് 100% നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100%, ഓക്കെ, പാർട്ട് ടൈം ആയിട്ടുള്ള PSC പഠനം അല്ല, കല്യാണം കഴിക്കുന്നത് വരെയുള്ള PSC പഠനം അല്ല, 5 കൊല്ലം ഉണ്ട് അതിനുള്ളിൽ PSC കിട്ടിയാൽ മതി, ആ രീതിയിലുള്ള പഠനമല്ല. നിങ്ങൾ ടാർഗറ്റ് ചെയ്ത ഒരു വർഷം, ആ ഒരു വർഷം നിങ്ങൾ 100% നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾ എത്തും, അത് ഉറപ്പാണ് കേട്ടോ. ഓക്കെ, യെസ്, 100% നിങ്ങൾ അവിടെ എത്തും. അപ്പൊ തീർച്ചയായിട്ടും അതിനു വേണ്ടി തന്നെ പ്രയത്നിക്കുക, നന്നായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക കേട്ടോ. യെസ്, അപ്പോ ഈ പറയുന്നൊക്കെ എന്താ മോട്ടിവേഷൻ അല്ലേ? ഇടയ്ക്ക് രാവിലെ തന്നെ എണീറ്റ് ഇന്ന് മോട്ടിവേഷൻ ക്ലാസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആണ് ഉദ്ദേശിച്ചത്. യെസ്, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ മോട്ടിവേഷൻ ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് പറ്റും, കാരണം നിങ്ങളെ പോലെ പറ്റിയവരാണ് ഈ കഴിഞ്ഞ 6 മാസങ്ങളിൽ ഗ്രൂപ്പിലിട്ട ഓരോ മെസ്സേജുകളും. പിന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റൂല? നന്നായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ചെയ്യാൻ. റിവിഷൻ കുറയ്ക്കരുത്, പഠനം കൊണ്ട് മാത്രം കാര്യമില്ല, റിവിഷൻ കുറയ്ക്കരുത്. യെസ്, അപ്പോ വേർഡിന്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു കേൾക്കണേ. വേർഡിന്റെ ക്ലാസ്സുകളെ നമ്മുടെ ആപ്പില് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു കേട്ടോ. ഇനി വേർഡിൽ നിന്നുള്ള കുറച്ച് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, അത് ഞാൻ യൂട്യൂബിലായിരിക്കും ചെയ്യുക. അതെല്ലാവർക്കും കിട്ടിക്കോട്ടെ അല്ലെ. നമ്മുടെ കോഴ്സിലേക്ക് പൈസ കൊടുത്ത് പഠിക്കാൻ വരാത്ത കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും കിട്ടിക്കോട്ടെ. അപ്പൊ നമുക്ക് പ്രാക്ടീസിങ്ങും ക്വസ്റ്റ്യൻസും കുറച്ച് ക്ലാസ്സുകളെ ഇനി അടുത്ത ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ അതെങ്ങനെയാണ്, ഏത് സമയത്താണ് യൂട്യൂബ് ക്ലാസ്? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി രാത്രി സമയത്ത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒരു അറ്റൻഷനും ക്രൗഡിനും വരാൻ സാധിക്കുക. അപ്പൊ ചിലപ്പോൾ രാത്രി ആയിരിക്കും ക്ലാസ്സുകളെ. അപ്പൊ വേർഡിന്റെ ടോട്ടൽ എക്സാം എപ്പോഴാ വേണ്ടത്? ഓക്കെ, വേർഡിന്റെ ടോട്ടൽ എക്സാം എപ്പോഴാ വേണ്ടത് നിങ്ങൾ പറഞ്ഞോളൂ. യെസ്, അത് എക്സൽ തുടങ്ങുന്നതിന്റെ തൊട്ട് തലേ ദിവസം കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിച്ചോളാം. ശനി ഞായറും ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, പഠിച്ചോളാം. അതിന്റെ ഇടയിൽ വിൻഡോസിന്റെ ഒരു ക്ലാസ് ഞാൻ എടുക്കും, അതെന്താന്നുള്ളതും ഞാൻ ഗ്രൂപ്പിൽ പറയാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ് നമ്മുടെ ആപ്പിലായിരിക്കില്ല, യൂട്യൂബിലായിരിക്കും എന്ന് വിചാരിച്ച് യൂട്യൂബിലുള്ള ക്ലാസ് ഒക്കെ ഫ്രീ ആയിട്ടുള്ളതല്ലേ, അവിടെയുള്ള എന്താണെന്നുള്ളത് വരാതിരിക്കരുത്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അരിച്ച് ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന്. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിക്കാത്ത, നമ്മൾ അപ്ലൈ ചെയ്യാത്ത, പ്രാക്ടീസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അവിടെയും നിർബന്ധമായിട്ട് വരിക, കാണുക, പഠിക്കുക കേട്ടോ. ഓക്കെ,
യെസ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, സി യു, ബൈ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന അഡ്വൈസ് കിട്ടി സാർ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കണം. അതിന് വേണ്ടിയുള്ള പണികളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യെസ്. പക്ഷെ ചിലരൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ സങ്കടം തോന്നും. ഫസ്റ്റ് ബാച്ചിൽ അഡ്മിഷൻ എടുത്തത് സാർ, ക്ലാസ് ഒന്നും കണ്ടില്ല, ബാച്ച് 3 എപ്പോഴാണ് തുടങ്ങുന്നത്. സാഹചര്യം കൊണ്ട് അയക്കാം, പക്ഷെ ചിലതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം തോന്നും. നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിച്ചു പോകുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. യെസ്. അപ്പൊ ഈ ബ്രേക്ക് ആയി എന്നുള്ളത് കേൾക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമില്ല. ഇനി അങ്ങനെ അഥവാ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചൊപ്പം എത്തുക കേട്ടോ. യെസ്. അപ്പോ താങ്ക് യു, സി യു, ബൈ.